ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാറുമോൾക്ക് സുഖാണോ? സുഖം. മോളിനി എന്നാ പട്ടണത്തിലേക്ക് തിരിച്ചു പോകുന്നേ? അതോ ഇവിടെ തന്നെ ആശുപത്രി തുടങ്ങോ? രശ്മി, രത്നേ, നീല ചേച്ചിയാണല്ലോ അത്. എന്താ ചേച്ചി പാത്രത്തില്? അവിടെ ഇന്ന് രാവിലെ കുറച്ച് മധുരക്കിഴങ്ങ് പുഴുങ്ങി. എന്നാ കുറച്ച് ഇവിടെ തന്നേക്കാന്ന് കരുതി. ഹായ്, മധുരക്കിഴങ്ങ്. തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴിക്കുമോളെ. മധുരക്കിഴങ്ങ് എനിക്ക് വെരി ലൈക്ക് ആണേ. എന്താ വെരി ലൈക്ക് അല്ലാത്തത്? കഴിക്കാനുള്ള എന്ത് കിട്ടിയാലും ഉടനെ അതിൽ കൈവച്ചോണം. ഓ, ഒരുപാട് കഴിക്കുന്നേ കൊള്ളാം. അവസാനം കെട്ടിച്ചുവിടുമ്പോ ആ വീട്ടുകാരെ ചുറ്റിക്കരുത്. അതൊക്കെ ഐ മാനേജ്. മധുരക്കിഴങ്ങ് എങ്ങനുണ്ട്? കൊള്ളാം, നല്ല രുചിയുണ്ട്. മറ്റുള്ളവർ കൂടെ വെച്ചേക്കണേ. നോക്കട്ടെ. ഇത് പുഴുങ്ങി കഴിഞ്ഞപ്പോഴാ ഓർത്തത്, ഇതിന് കൂടെ കുറച്ച് കാന്താരി ചമ്മന്തി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. നല്ലതാ. നമ്മുടെ അവിടുത്തെ കാന്താരി ചെടിയെ കരിഞ്ഞു പോയി. ഇവിടെ ഇരിപ്പുണ്ടോ കാന്താരി 2 തരാനെ? 2 ആക്കുന്നത് എന്തിനാ? ചേച്ചിക്ക് ആവശ്യമുള്ള അത്ര എടുത്തോ. കാന്താരി ചെടിയെ ആ വടക്ക് ഭാഗത്ത് നിൽക്കുന്നു. ചേച്ചി ഏട്ടനവിടെ? ഏട്ടൻ കുളിക്കാൻ പോയി മോളെ. അല്ല കുഞ്ഞി ഇന്നലെ മോഹൻലാലിന്റെ സിനിമ കാണിക്കാന്ന് പറഞ്ഞ് ഏട്ടൻ പറ്റിച്ചു അല്ലേ? അവനല്ലേലും മമ്മൂട്ടിയുടെ പടമല്ലേ പിടിക്കൂ. ഞങ്ങൾ ഏട്ടൻ പറ്റിച്ചു എന്ന് മാത്രം പറയരുത്. ഏട്ടൻ ഞങ്ങൾ ഒരിക്കലും എത്തിക്കില്ല. ലാലേട്ടന്റെ പടത്തിനാ പോയെ, പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ടാ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ട്. എന്നാലും അത് വലിയ കഷ്ടായിപ്പോയി. എന്ത് കഷ്ടം? ലാലേട്ടന്റെ സിനിമ കാണാൻ പറ്റാത്തതിൽ കുഞ്ഞിക്ക് നല്ല വിഷമമുണ്ട്. ലീലേച്ചി രാവിലെ കളിയാക്കാനാണോ വന്നേ? എനിക്ക് നല്ല ദേഷ്യം വരുന്നേ കേട്ടോ. കുഞ്ഞി, നീ പോയി ഒന്ന് പഠിക്കാൻ നോക്കി ചെല്ല്. രാവിലെ തന്നെ. ശരിക്കും ഇവളാ കാന്താരി. ജല അമൂല്യാണ്, അത് പഴാക്കാൻ പാടില്ല. ഇങ്ങനെയൊന്ന് കുളിച്ചാ കുളിയും നടക്കും, ചെടിയും നനയും. രത്നച്ചി, രത്നച്ചി, റാണിയച്ചി, പാറച്ചേച്ചി അപ്പച്ചി വന്നേക്കുന്നു. വേഗം വാ. പാറച്ചേച്ചി, അപ്പച്ചി, അവരൊക്കെ എവിടെ? അവരെല്ലാരും അകത്തുണ്ട്. ആഹാ, പാറു, അപ്പച്ചി, വാ അകത്തേക്ക് വാ. വാ, നടക്ക്. ആഹാ, പാറു ചേച്ചി സുഖല്ലേ? അപ്പച്ചി, ഇതൊക്കെ എന്തിനാ മോളെ? ഇരിക്ക്. വാ അപ്പച്ചി, ഇരിക്കും. പാറു ചേച്ചി, സിറ്റ്, ഇവിടെ സിറ്റ്. ലീല ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇതിരി കാന്താരിമുളക് വാങ്ങാൻ വന്ന. സൗഭാഗ്യമ്മയും പാറുമോളുമാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോ എന്നാ പിന്നെ കണ്ടിട്ട് പോവാന്ന് കരുതി. പാറുമോൾക്ക് സുഖാണോ? സുഖം. മോളിനി എന്നാ പട്ടണത്തിലേക്ക് തിരിച്ചു പോകുന്നേ? അതോ ഇവിടെ തന്നെ ആശുപത്രി തുടങ്ങോ? അതെല്ലാം അവളുടെ അച്ഛനാ തീരുമാനിക്കുന്നേ. പപ്പേട്ടൻ വിചാരിച്ച മോൾക്ക് വേണ്ടിട്ട് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി ഒക്കെ തുടങ്ങാലോ. റാണി, നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം നീ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? +2 വീണ്ടും എഴുതിയെടുക്കുന്ന കാര്യല്ലേ? ഇനി
എത്ര എഴുതിയാലും അവള് കരയാറുന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ പിന്നെ പറയുന്ന ആള് പിന്നെ പഠിത്തത്തിന്റെ കാര്യത്തിൽ ബഹു കേമിയാണല്ലോ. ഓ ഈ രശ്മിജി ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ടെ 6 മാസമായി. ഇപ്പോഴും ഇംഗ്ലീഷിൽ എത്ര അക്ഷരം എന്ന് ചോദിച്ചാൽ നിന്ന് അരി പറക്കും. റാണി, നീ ഒന്ന് ഉത്സാഹിച്ച നിനക്ക് വീണ്ടും +2 എഴുതിയെടുക്കാൻ പറ്റും. എന്നും ഇങ്ങനെ അടുക്കള ജോലിയായിട്ട് കഴിഞ്ഞാ മതിയോ? പഠിച്ച് നല്ല ജോലിയൊക്കെ നേടണ്ടേ? അടുക്കള ഭരണം എന്താ മോശമാണോ? രാജ്യം ഭരിക്കുന്നതിന് തുല്യം അത്. അടുക്കള ഭരിക്കാൻ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ എന്താവും ആ വീട്ടിലെ അവസ്ഥ? അയ്യോ എന്റെ അമ്മേ, സ്ത്രീകൾ അടുക്കളയും ഭരിച്ച് അവിടെ ഒതുങ്ങിക്കൂടേണ്ടവരല്ല, അല്ലേ രത്നെ? അതെ. അയ്യോ, ഞാൻ കാന്താരിമുളക് പറിക്കാൻ മറന്നുപോയി. എന്നാ പറിച്ചിട്ട് വരാവേ. ശരി എന്നാ. ഗിരി എവിടെ? ഏട്ടൻ കുളിക്കുക. ഇപ്പൊ വരാം. ഗീത, അയ്യോ ഞാൻ ചായ എടുക്കാൻ മറന്നുപോയി. പോയി എടുത്തിട്ട് വരാവേ. പിന്നെ മോളെ, പുതിയ പടങ്ങളൊന്നും വരച്ചില്ലേ? ഉണ്ട്, ഞാൻ എല്ലാം കാണിച്ചു തരാമേ. എന്തത് എണ്ണീല പുന്നമടക്കായിൽ ചന്ദനത്തിൻ ഗീത, ഇവിടെ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ നിന്നെ വിളിക്കാമേ.